ബെന്യാമിൻ രചിച്ച ആടുജീവിതത്തിലെ നജീബിൻ്റെ കഥയോട് വളരെയധികം സാമ്യമുള്ള മറ്റൊരു ജീവിത കഥയുണ്ട്. ആരൻ റസ്റ്റർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആ കഥ നടക്കുന്നത് അമേരിക്കയിലെ യുട്ട മരുഭൂമിയിലാണ്. നജീബ് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനാണ് അറേബ്യൻ മരുഭൂമിയിൽ എത്തപ്പെട്ടതെങ്കിൽ ആരൻ ഉട്ട മരുഭൂമിയിൽ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ അകപ്പെട്ടു പോകുന്നത് ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു. നജീബിൻ്റെ കഥ ഒരു നോവലാവുകയും പിന്നീട് ബ്ലസ്സി അതൊരു സിനിമയാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആരൻ്റെ കഥ ആരൻ തന്നെ ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്ന പേരിൽ ഒരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്യുകയും അത് വലിയ രീതിയിൽ പ്രചാരം നേടുകയും ചെയ്തു. അതിനുശേഷം സാക്ഷാൽ ഡാനി ബോയിൽ എന്ന സംവിധായകൻ അതൊരു സിനിമയാക്കി മാറ്റുകയും ഉണ്ടായി. ഈ രണ്ട് സിനിമയിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറുണ്ട്, അത് AR റഹ്മാൻ തന്നെയാണ്. AR റഹ്മാനാണ് രണ്ട് ചിത്രത്തിൻ്റെയും സംഗീത സംവിധായകൻ. ഈ ജീവിത കഥയിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ആരൻ തന്നെ ആ സർവൈവലിന് ഇടയിൽ ചിത്രീകരിച്ച ചില ഒറിജിനൽ ഫൂട്ടേജുകൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡാനി ബോയലിൻ്റെ സിനിമയിലെ ചില ചിത്രങ്ങളും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. 2003 ഏപ്രിൽ മാസം 25 അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാലുള്ള 2 ദിവസങ്ങൾ അവധി ദിനങ്ങളാണ്. ആ 2 അവധി ദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് ആരൻ ഉട്ട മരുഭൂമിയാണ് തിരഞ്ഞെടുക്കുന്നത്. അവൻ അവിടേക്ക് യാത്ര പുറപ്പെടുന്ന തിരക്കിലാണ്. ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ അവൻ്റെ ബാക്ക് പാക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവന് അമ്മയുടെ ഫോൺ കോൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ തിരക്കിനിടയിൽ അവനത് എടുക്കാൻ കൂട്ടാക്കുന്നില്ല. തിരക്കിനിടയിൽ നിന്നല്ല, മിക്കപ്പോഴും അമ്മയുടെ ഫോൺ കോളുകൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല. വല്ലപ്പോഴും മാത്രമാണ് അവൻ തിരികെ മറുപടിയായിട്ട് വിളിക്കുന്നത്. അങ്ങനെ പതിവ് പോലെ തന്നെ തനിയെ അവൻ്റെ അവധി ദിവസങ്ങൾ ആഘോഷിക്കുകയാണ്. ഇത്തവണ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉട്ട മരുഭൂമിയാണ്. 25 വൈകിട്ട് തന്നെ അവൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. 26 രാവിലെ തന്നെ പരിവേഷണം ആരംഭിക്കുന്നുമുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കുന്നുകൾ കയറി മലയിടുക്കുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ പാറയുടെ മുകൾ എത്തിച്ചേർന്നത്. അത് മലയിടുക്കിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പാറയായിരുന്നു. അതിൻ്റെ മുകളിലൂടെ അവൻ സഞ്ചരിക്കുകയുണ്ടായി. അവൻ്റെ ഭാരം കാരണം ആ പാറക്കല്ലിന് അവിടെ നിൽക്കാൻ സാധ്യമായില്ല. അവിടെ നിന്നും പതിയെ ഊർന്ന് ആ മലയിടുക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ പാറയോടൊപ്പം അവനും കീഴ്പോട്ട് വീഴുകയാണ് ഉണ്ടായത്. ആ പ്രത്യേക സമയത്ത് അവന് സ്ഥലകാല ബോധം നഷ്ടമാകുന്നുണ്ട്. പെട്ടെന്ന് ബോധം തിരികെ കിട്ടുന്ന സമയത്ത് അവൻ മനസ്സിലാക്കുന്നത് അവനൊരു പാറ ഇടുക്കിൻ്റെ ഇടയിൽ അകപ്പെട്ടു എന്നാണ്. ആ പാറ ഇടുക്കിൻ്റെ പേരാണ് ബ്ലൂ ജോൺ കാനയോൺ. അകപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ്റെ കൈ അനക്കാൻ സാധ്യമാകുന്നില്ല. ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട്. അവനോടൊപ്പം ആ മലയിടുക്കിൻ്റെ ഉള്ളിലേക്ക് പതിച്ച ആ പാറയുടെ ഇടയിൽ അവൻ്റെ കൈ അകപ്പെട്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള വേദനയുണ്ട്. ആ വേദനയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ബലമായിട്ട് കൈ വെളിയിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവന് സാധ്യമാകുന്നില്ല. അതവിടെ സ്റ്റക്കായിട്ട് തന്നെ തുടർന്ന് പോവുകയാണ്. വലിയ രീതിയിലുള്ള ദേഷ്യവും വിഷമവും വേദനയുമാണ് അവൻ ആ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക, എൻ്റെ കൈ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ശബ്ദം അവിടെ എക്കോ ആയിട്ട് അവന് തന്നെ പ്രതിധ്വനിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടി നൽകാൻ ആ പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അലച്ചു കൂവുന്നത് കൊണ്ട് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അവൻ ശക്തമായിട്ട് കൈ വീണ്ടും ആഞ്ഞു വലിക്കാൻ തുടങ്ങി. നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിൽ അവൻ നല്ല രീതിയിൽ ക്ഷീണിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അവൻ്റെ ബാക്ക് പാക്കിൽ ഉണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് ആർത്തിയോടുകൂടി തന്നെ വെള്ളം കുടിച്ചു. വെള്ളം പൂർണ്ണമായിട്ടും കുടിച്ചു തീർക്കുന്നില്ല. അങ്ങനെ കുടിച്ച് അല്പം കഴിഞ്ഞപ്പോഴാണ് അവൻ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ഒരുപക്ഷെ ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ 1-2 ദിവസം വേണ്ടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആകെയുള്ള ജലസ്രോതസ് എന്ന് പറയുന്നത് ഈ കുപ്പിയിലുള്ള 1 ലിറ്ററോളം വരുന്ന വെള്ളമാണ്. ആർത്തിയോടെ കുടിച്ചപ്പോൾ കുറേയധികം വെള്ളം നഷ്ടമായിട്ടുണ്ട്. പിന്നെ കുറച്ചധികം വെള്ളം അവൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഏതാണ്ട് 1/2 ലിറ്റർ വെള്ളം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇത് സൂക്ഷിച്ചു വെക്കണം, എനിക്കിനിയും ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വാട്ടർ ബോട്ടിൽ കൃത്യമായിട്ട് അടച്ച് ആ പാറയുടെ മുകളിൽ തന്നെ അവൻ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ്? അവൻ ഒരു മലകയറ്റത്തിന് വേണ്ടി തന്നെ തയ്യാറായിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബാക്ക് പാക്കിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. അവൻ ഓരോ വസ്തുക്കളായിട്ട് ആ ബാഗിൽ നിന്നും പുറത്തെടുത്തു. അതെല്ലാം ആ പാറയുടെ മുകളിൽ തന്നെ കൃത്യമായിട്ട് അവൻ അടുക്കി വയ്ക്കുകയാണ് ഉണ്ടായത്. ആ ബാഗിൻ്റെ ഉള്ളിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു ടൂൾ കിറ്റ് ഉണ്ടായിരുന്നു. ആ ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ
ചെറിയ ഒരു പേനാക്കത്തി പോലൊരു ടൂളും അതിൽ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഒരു ക്യാമറയും കയറും പിന്നെ വളരെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു നീളമേറിയ ബാൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം അവശ്യ വസ്തുക്കളാണ് അവനുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവന് ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്നത് ആ ഒരു ടൂൾ കിറ്റാണെന്ന് ബോധ്യമായി. അതിനെ തുടർന്ന് ആ ടൂൾ കിറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് തന്നെ അടക്കം ചെയ്തിരുന്ന പേനാക്കത്തി വെളിയിലേക്ക് തോണ്ടിയിട്ടു. ശേഷം അത് ഉപയോഗിച്ചിട്ട് ആ പാറ പതിയെ ചിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഒരറ്റം വെച്ച് മുറിച്ച് മാറ്റാനുള്ള ശ്രമത്തിലാണ്. വലിയ മൂർച്ചയുള്ള ഒരു പേനാക്കൊത്തിയൊന്നുമല്ല, പക്ഷേ കുറേയധികം നേരം ചുരണ്ടുകയാണെങ്കിൽ ആ റോക്കിൽ അല്ലെങ്കിൽ ആ പാറയിൽ തേയ്മാനങ്ങൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ അവന് കൈ അവിടെ നിന്നും മോചിപ്പിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവൻ്റെ ഇടത് കൈ ഉപയോഗിച്ചിട്ട് ബലമായിട്ട് ആ പാറ ചിപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അവൻ്റെ വലത് കൈയാണ് ഇപ്പോൾ ആ പാറയുടെ ഇടയിലുള്ളത്. ആ പേനാക്കത്തി ഉപയോഗിച്ചിട്ട് കുറേ അധികം നേരം അവൻ ചുരണ്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും അത് തെന്നി നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. അവൻ ഒരിക്കലും കുനിഞ്ഞ് കൈകൊണ്ട് അത് എടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവൻ്റെ ഒരു കൈ മുകൾ ഭാഗത്തായിട്ട് കുടുങ്ങിയിരിക്കുകയാണല്ലോ. വലിയ രീതിയിലുള്ള നിരാശയും അമർഷവുമാണ് തോന്നിയത്. അവൻ ഉറക്കെ ദേഷ്യത്തോടു കൂടി അലറുകയുണ്ടായി. പിന്നീട് സംയമനം പാലിച്ച് ആ കത്തി എങ്ങനെയാണ് വീണ്ടെടുക്കാൻ സാധിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. കാലുകൊണ്ട് എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അതൊക്കെ വിഫലമായിട്ട് മാറുകയായിരുന്നു. പിന്നീടാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന ചില ചുള്ളിക്കമ്പുകളൊക്കെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കൂട്ടത്തിൽ നിന്ന് തന്നെ നീളമേറിയ ഒരു ചുള്ളിക്കമ്പെടുത്തു. അതുപയോഗിച്ച് ആ പേനാക്കത്തി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് ഉയർത്താൻ സാധ്യമാകുന്നില്ല. ആ ടൂൾ കിറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹുക്കുണ്ട്. ആ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചുള്ളിക്കമ്പ് കടത്തുകയാണെങ്കിൽ അവന് തോണ്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കുറേയധികം നേരം നീണ്ടു നിന്ന ശ്രമത്തിനൊടുവിൽ ആ ഹുക്കിൻ്റെ ഇടയിലേക്ക് ഈ ചുള്ളിക്കമ്പിനെ കടത്തിവിടാൻ അവന് സാധ്യമായി. അത് പതിയെ മുകളിലേക്ക് അവൻ ഉയർത്തിയെടുത്തു. ആ പേനാക്കത്തി അല്ലെങ്കിൽ ആ ടൂൾ കിറ്റ് അവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിയായ സന്തോഷമാണ് അവന് തോന്നിയത്. വീണ്ടെടുത്ത ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ട് വീണ്ടും ആ പാറ അവൻ ചുരണ്ടാൻ തുടങ്ങി. കൈക്ക് നല്ല വേദനയുണ്ട്, രണ്ട് കൈക്കും. ചുരണ്ടുന്ന കൈക്കും വേദനയുണ്ട്, കുടുങ്ങിക്കിടക്കുന്ന കൈക്കും നല്ല വേദന തന്നെയുണ്ട്. ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് അവൻ അത് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ദാഹം അവന് അനുഭവപ്പെടുന്നുണ്ട്. ആ കുപ്പിയിലുള്ള മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കാനുള്ള ദാഹമാണ്. പക്ഷേ അവൻ സംയമനം പാലിച്ച് അല്പം മാത്രം വെള്ളം നുകരാൻ തുടങ്ങി. ഒരല്പം മാത്രം വെള്ളം എടുത്ത് അത് അവൻ നാക്കുകൊണ്ട് ചുണ്ടത്തൊക്കെ നനപ്പിക്കാനും തുടങ്ങി. കുറച്ചു നേരമായിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ തന്നെ ചുണ്ട് പൊട്ടുന്ന ഒരു അവസ്ഥയിലാണ്. ശക്തമായിട്ടുള്ള ഒരു ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ പ്രദേശത്ത് അവന് വെയിൽ അടിക്കുന്നില്ല, കാരണം അതൊരു മലയിടുക്കിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പോലും ശക്തമായിട്ടുള്ള ചൂട് കാറ്റ് അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കുന്നതായിട്ട് അവന് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും അല്പം മാത്രം വെള്ളമാണ് അവൻ കുടിക്കുന്നത്. ശേഷം വീണ്ടും ആ ചുരണ്ടൽ പണിയിലേക്ക് തന്നെ അവൻ കടക്കുകയാണ്. അങ്ങനെ സമയം കടന്നു പോകാൻ തുടങ്ങി, ഇരുട്ടാൻ തുടങ്ങി, സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പരിവേഷണങ്ങൾക്ക് പോകുമ്പോൾ അവനൊരു ഹെഡ് ലാമ്പ് കരുതാറുണ്ട്. വലിയ വിലയുള്ള ഒരു ഹെഡ് ലാമ്പൊന്നുമല്ല, കുറച്ച് പ്രകാശം മാത്രം ലഭ്യമാക്കുന്ന ഒരു ചൈനീസ് മോഡൽ ഹെഡ് ലാമ്പാണ്. ആ ഹെഡ് ലാമ്പ് എടുത്ത് അവൻ തലയിൽ ധരിക്കുകയാണ്. അതിലൂടെ അവന് നേരിയ അളവിലെങ്കിലും ഒരു പ്രകാശം ലഭ്യമാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് ലാമ്പ് വാങ്ങിയപ്പോൾ അതിനോടൊപ്പം സൗജന്യമായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു ടൂൾ കിറ്റാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. സൗജന്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടൂൾ കിറ്റ് ആയതുകൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്ന പിച്ചാത്തിക്ക് കാര്യമായിട്ടുള്ള മൂർച്ചയൊന്നുമില്ല. അതിലവന് വലിയ അമർഷം തന്നെ തോന്നി. ശരിക്കുമുള്ള ഒരു ടൂൾ കിറ്റ് തന്നെ വാങ്ങേണ്ടതായിരുന്നു എന്ന് ഈ ഒരു സന്ദർഭത്തിലാണ് അവൻ ചിന്തിക്കുന്നത്. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഉള്ള ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ട് ഇത് അറുത്ത് മാറ്റുക തന്നെ. അങ്ങനെ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ വാച്ചിൽ ഒരു അലാം അടിക്കാൻ തുടങ്ങി. സമയം 12 മണി ആയിരിക്കുന്നു. അവന് നല്ല രീതിയിലുള്ള ഒരു തളർച്ചയുമുണ്ട്. ഒരു വലിയ പരിവേഷണത്തിന് ശേഷം തന്നെയാണ് അവനവിടെ കുടുങ്ങിപ്പോയത്. അതിനു പുറമെ ശക്തമായിട്ടുള്ള വേദനയുമുണ്ട്. അവനവിടെ ശരിക്കും നിൽക്കാൻ പോലും സാധ്യമാകുന്നില്ല. ഒരു കൈ ഒരു ഭാഗത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ബാലൻസിങ് ഒന്നുമില്ല. അല്പനേരം വിശ്രമിക്കണം, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വിശ്രമിക്കുക വളരെയധികം പ്രയാസമാണ്. ഒരു ബാൻഡ് ഉപയോഗിച്ചിട്ട് ശരീരം ഈ പാറയോട് ചേർത്ത് കെട്ടിയിരുന്നെങ്കിൽ അവന് സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒറ്റ കൈ കൊണ്ട് എങ്ങനെയാണ് ബാൻഡ് ഉപയോഗിച്ച് കെട്ടുക? അവൻ്റെ കയ്യിലൊരു സ്ട്രെച്ചബിൾ ബാൻഡുണ്ട്. ആ ബാൻഡ് നല്ല നീളമുള്ള ഒരു ബാൻഡ് തന്നെയാണ്. അതുപയോഗിച്ചിട്ട് പാറയുടെ അപ്പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കുടുക്കുണ്ടാക്കി അവിടെ ഇത് വലിച്ച് കെട്ടുകയാണെങ്കിൽ അവന് ഈ പാറയോട് ചേർന്നുറങ്ങാൻ സാധിക്കുന്നതാണ്. പക്ഷേ പാറയ്ക്കപ്പുറം എന്താണുള്ളതെന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല.
എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന സ്ട്രെച്ചബിൾ ബാൻഡിൻ്റെ ഒരറ്റം അപ്പുറത്തേക്ക്, പാറയുടെ അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അത് എങ്ങും കുടുങ്ങുന്നില്ല. എവിടെയെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ അത് ബലമായിട്ട് ചേർത്ത് കെട്ടാമായിരുന്നു. അങ്ങനെ നിരവധി തവണ നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ മാത്രമാണ് ഒരു കുടുക്കിൽ ആ ബാൻഡ് വന്ന് പെട്ടത്. വലിയ ആശ്വാസം തന്നെ തോന്നി. പിന്നീട് ആ പാറയുമായിട്ട് ചേർത്ത് കെട്ടി അവൻ അവിടെ സുഖകരമായിട്ട് ഉറങ്ങാൻ സാധ്യമായി. ഇനി ബാക്കി ശ്രമങ്ങൾ നേരം വെളുത്തതിന് ശേഷം മാത്രമാക്കാം. നല്ല രീതിയിലുള്ള വിശപ്പുണ്ട്, അവൻ്റെ കയ്യിൽ അല്പം ഭക്ഷണവുമുണ്ട്. പക്ഷേ ആ ഭക്ഷണം കുറച്ച് നേരത്തേക്ക് സേവ് ചെയ്തു വെക്കാം. ഇപ്പോഴേ അത് കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ അവന് ഒരുപക്ഷെ പട്ടിണി കാരണമായിരിക്കും മരിക്കേണ്ടി വരിക. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ എഴുന്നേൽക്കുന്നുണ്ട്. ഏപ്രിൽ 27 ദിവസം. അതൊരു ഞായറാഴ്ച ദിവസമാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഇടത് കൈക്ക് നല്ല വേദനയുണ്ട്. വലത് കൈ ശരിക്കും അവിടെ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമാകുന്നില്ല. അവിടെ കുടുങ്ങിക്കിടക്കുന്ന വലത് കൈയിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. ഇളം കറുപ്പ് നിറം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രക്ഷപ്പെട്ടാലും ആ കൈപ്പത്തിയുടെ ഭാഗം അവന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. രക്തഓട്ടം നിലച്ചിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആകാറായി. പ്രഭാത സമയമായെങ്കിൽ പോലും അവിടേക്ക് സൂര്യപ്രകാശം എത്തിച്ചേരുന്നില്ല. പക്ഷേ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അവന് കാണാൻ സാധ്യമായി. ആ മലയിടുക്കിനിടയിലൂടെ സൂര്യൻ്റെ പ്രകാശം കടന്നു പോകുന്നു. അത് പതിയെ കടന്ന് അവൻ്റെ ശരീരത്തിന് അരികിലൂടെ കടന്നു പോവുകയാണ്. അടുത്തെത്താറായപ്പോൾ അവൻ കാല് പതിയെ ആ പ്രകാശത്തിന് നേർക്ക് നീട്ടി വിൽക്കുകയാണ് ഉണ്ടായത്. ഇനി ജീവിക്കണമെന്ന് അതിയായിട്ടുള്ള മോഹമാണ് ആ കാഴ്ച കാണുമ്പോൾ, ആ സൂര്യപ്രകാശം അവൻ്റെ കാലിൽ പതിക്കുമ്പോൾ തോന്നുന്നത്. ജീവിതം ഇത്രയധികം മനോഹരമാണെന്ന് അവന് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുകയാണെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിലൂടെ അവന് ജീവിക്കാൻ സാധ്യമാകുന്നതാണ്. പക്ഷേ 15 മിനിറ്റ് നേരം മാത്രമേ ആ സൂര്യപ്രകാശം അതിലൂടെ കടന്നു പോയിട്ടുള്ളൂ. എല്ലാ ദിവസവും ആ 15 മിനിറ്റ് മാത്രമാണ് അവിടെ സൂര്യപ്രകാശം എത്തിച്ചേരുക. പക്ഷേ അവന് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മങ്ങിയ പ്രകാശമാണെങ്കിലും അവിടെ പകൽ സമയത്ത് കാഴ്ചകൾ കാണാൻ തടസ്സമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ആരോടും ഒന്നും പറയാതെയാണ് അവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം അവനെ അന്വേഷിച്ച് ആരെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതൊരു ഞായറാഴ്ച ദിവസമാണ്, അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ജോലിക്ക് ഒരു ദിവസം വരാതെ ഇരിക്കുമ്പോഴാണല്ലോ ഒപ്പം ജോലി ചെയ്യുന്ന ബ്രയോൺ അവൻ വന്നില്ല, അവൻ മിസ്സിംഗ് ആണെന്ന് തിരിച്ചറിയുന്നത്. അതിന് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം ആയാൽ പോലും അവനൊരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. തിങ്കളാഴ്ച ദിവസം ജോലിക്ക് വരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്ന് വൈകുന്നേരം വരെ അവൻ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അടുത്ത ദിവസവും എത്തിച്ചേർന്നില്ല എങ്കിൽ മാത്രമേ ഒരു മിസ്സിംഗ് കേസായിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കത്തുള്ളൂ. അവൻ്റെ കൂടെ റൂംമേറ്റ്സ് ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഇത് തിരിച്ചറിയുകയില്ല. പതിവായിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന ഒരു ശീലം അവൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരും ഇത് തിരിച്ചറിയാൻ പോകുന്നില്ല. ചൊവ്വാഴ്ച മാത്രമാണ് ഇത് മിസ്സിംഗ് കേസായിട്ട് മാറുന്നത്. പക്ഷേ പോലീസ് ശരിക്കും അന്വേഷണം ആരംഭിക്കുക ഒരു 24 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും. കാരണം ഇവനൊരു ചെറുപ്പക്കാരനാണ്, ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്ത് പോയതായിരിക്കുമെന്നാണ് പോലീസുകാർ ചിന്തിക്കുക. അങ്ങനെ അവരുടെ അന്വേഷണം ആരംഭിക്കുന്നത് ബുധനാഴ്ച ദിവസം മാത്രമാണ്. പക്ഷേ ബുധനാഴ്ച ദിവസം ആരൺ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത തീർത്തും ഇല്ല എന്ന് പറയാം. അവനത് വ്യക്തമായിട്ട് തന്നെ ബോധ്യമുണ്ട്. വലിയ രീതിയിലുള്ള നിരാശയാണ് അവന് തോന്നിയത്. ഉറക്കി ഒന്ന് കരയണമെന്ന് പോലും തോന്നിപ്പോയി. അമ്മ ഫോൺ ചെയ്തതാണ് അവൻ ഇറങ്ങുന്നതിന് മുൻപ്. ആ ഫോൺ കോൾ ഒന്ന് എടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ പറയുമായിരുന്നു, ഉട്ടാ മരുഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ പോലീസുകാർക്കും ബ്രയോണിനും ഇവനുള്ള സ്ഥലം മനസ്സിലാക്കി കണ്ടെത്താൻ സാധിക്കുന്നതായിരുന്നു. ആ സാധ്യത കൂടി ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. തന്നെ കണ്ടെത്തുമ്പോഴേക്കും ഒരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ആ സമയമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാനിവിടെ ഒരു ശവശരീരമായിട്ടായിരിക്കും കിടക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ അവസാനത്തെ സന്ദേശം അതെൻ്റെ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണം. തൻ്റെ പക്കൽ അതിന് മികച്ചൊരു മാർഗമുണ്ട്, ഒരു ടൂളുണ്ട്, ഒരു ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ക്യാമറ ഓൺ ചെയ്ത് സ്വയം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അവൻ ആരാണെന്നും അവൻ്റെ പേരൻസ് എവിടെയാണെന്നും അവരുടെ പേരെന്താണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ റെക്കോർഡഡ് വീഡിയോ തീർച്ചയായിട്ടും അവരെ ഏൽപ്പിക്കേണ്ടതാണ്. എൻ്റെ ശവശരീരവും അവർക്ക് കൊടുക്കേണ്ടതാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ പേരൻസിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം ഒന്നും സംസാരിക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല.
തൊണ്ടയിൽ നിന്നും ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. അവൻ കുറേയധികം ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് തളർച്ചയോടുകൂടി അവന് സംസാരിക്കാൻ സാധ്യമായത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശക്തമായിട്ടുള്ള ഒരു മണ്ണ് വീഴ്ച അവൻ അനുഭവപ്പെടുന്നത്. മുകളിൽ നിന്നും മണ്ണ് പതിയെ അവൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. അവന് തോന്നി മുകളിലൂടെ ആരോ കടന്നു പോകുന്നുണ്ട്, അത് കാരണമാണ് ഈ മണ്ണ് അവൻ്റെ ശരീരത്തിലേക്ക് പതിക്കുന്നതെന്ന്. ഉറക്കെ വിളിച്ചു കൂവാൻ തുടങ്ങി, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് നോക്കുക, ഞാനിവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, എന്നെ രക്ഷിക്കുക, എനിക്കിവിടെ നിന്ന് സ്വയം രക്ഷപ്പെട്ടു പോകാൻ സാധ്യമാകുന്നില്ല. കുറേയധികം നേരം കാതോർത്ത് നിന്നു, പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല. എല്ലാം പഴയപടി ശാന്തമായിട്ട് മാറി. അത് വെറും കാറ്റ് മാത്രമായിരുന്നുവെന്ന് വിഷമത്തോടു കൂടി തന്നെ അവൻ റിയലൈസ് ചെയ്യുന്നു. പിന്നീട് ഒരു നിവൃത്തിയുമില്ലാതെ അവൻ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. കുറേയധികം നേരം കരഞ്ഞു. പിന്നീട് കണ്ണുകളൊക്കെ തുടച്ച് വീണ്ടും അവൻ്റെ ജോലി തുടർന്നു പോവുകയാണ്. ആ പാറ പതിയെ ചെത്തി ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒട്ടും തന്നെ മൂർച്ചയില്ല, എങ്കിൽ പോലും അവൻ ഉരച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല വിശപ്പ് അവൻ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൻ കരുതിയിരുന്ന ഭക്ഷണം അപ്പാടെ കഴിച്ചു തീർക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബോട്ടിലുണ്ടായിരുന്ന വെള്ളം അല്പം മാത്രം കുടിക്കുകയുണ്ടായി. ഭക്ഷണത്തിന് ഇത്രമാത്രം രുചിയുണ്ടെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വെള്ളം അവൻ 1-2 തുള്ളികളായിട്ട് മാത്രമാണ് കുടിക്കുന്നത്, എങ്കിൽ പോലും വളരെയധികം രുചി അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും രുചിയുള്ള ഭക്ഷണവും വെള്ളവും ഇതിനു മുമ്പ് ഒരിക്കലും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. രാത്രിയിൽ അവന് ഉറങ്ങാൻ സാധ്യമായി. അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ അവൻ എഴുന്നേറ്റു. പിന്നീട് വീണ്ടും അവൻ ആ കത്തി ഉപയോഗിച്ചിട്ട് ബലമായിട്ട് പാറ മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ പിന്നീട് എപ്പോഴോ അവൻ റിയലൈസ് ചെയ്തു, ഒരിക്കലും ഇപ്രകാരം ഈ വേഗതയിൽ ചുരണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ കൈ അവിടെ നിന്നും വേർപെടുത്താൻ സാധിക്കുന്നതല്ല. ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന് പറയുന്നത് അവൻ്റെ കൈ തന്നെ അവിടെ നിന്ന് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. മറ്റൊന്നും ചിന്തിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന ആ പിച്ചാത്തി ഉപയോഗിച്ചിട്ട് അത് മുറിക്കാനായിട്ടുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. പക്ഷേ അത് വെറും പരാജയം മാത്രമായിരുന്നു. നല്ല മൂർച്ചയുള്ള ഒരു സ്വിസ് മെയ്ഡ് കത്തി ഉണ്ടായിരുന്നെങ്കിൽ അനായാസമായിട്ട് തന്നെ 2 വെട്ടുകൊണ്ട് മുറിച്ചു മാറ്റാൻ സാധിക്കുമെന്ന് അവൻ ചിന്തിച്ചു. അവൻ്റെ അടുക്കളയിൽ അത്തരത്തിലുള്ളൊരു കത്തിയുണ്ട്, നല്ല മൂർച്ചയാണ്. 1-2 തവണ ചെറിയ മുറിവുകളൊക്കെ അവൻ്റെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കത്തിയെ അവൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ദാഹം മാറ്റാനായിട്ട് വീണ്ടും അവൻ ആ കുപ്പിവെള്ളം എടുത്തു. അത് അല്പം അലസമായിട്ടാണ് എടുത്തത്. അത് ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. കാരണം അവൻ്റെ കൈകളൊക്കെ തളർന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല വിശപ്പുണ്ട്, നല്ല ഊർജം അത്യാവശ്യമാണ്. ആ വിറയൽ കാരണം അല്പം ജലം ആ കുപ്പിയിൽ നിന്ന് നിലത്തേക്ക് വീഴുകയുണ്ടായി. അവൻ ഉറക്കെ അലറുകയാണ് ഉണ്ടായത്. കയ്യിൽ നിന്നും ഏതാണ്ട് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് അവന് അനുഭവപ്പെട്ടത്. കാരണം ആ ജലത്തിന് അതിനേക്കാളൊക്കെ മൂല്യമുണ്ടായിരുന്നു. വലിയ അമർഷം തോന്നി. നിലത്ത് കിടക്കുന്ന ആ ജലത്തെ ഓർത്ത് അവൻ വിഷമിച്ചു. ദാഹം പൂർണ്ണമായിട്ടും ശമിപ്പിക്കാൻ സാധ്യമായില്ല. ശക്തമായിട്ടുള്ള വിശപ്പും അനുഭവപ്പെടുന്നുണ്ട്. ഇനി എന്താണ് കഴിക്കാൻ ബാക്കിയായിട്ടുള്ളത്? കയ്യിലുള്ള ബാഗും കയറും ഒന്നും ഒരിക്കലും ഭക്ഷിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെയാണ് അവൻ്റെ കണ്ണിൽ സ്ഥാപിച്ചിരിക്കുന്ന ലെൻസിനെ കുറിച്ച് ഓർത്തത്. ലെൻസ് ബയോഡിഗ്രേഡബിൾ ആണ്. അത് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പതിയെ അവൻ കണ്ണിൽ നിന്നും ആ ലെൻസുകൾ തോണ്ടിയെടുത്ത് നാക്കിലിട്ട് ചവച്ചരച്ച് തിന്നാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് വിശപ്പിന് വലിയ ശമനവും ഉണ്ടാകുമോ? ഒരു ശമനവും ഉണ്ടായില്ല. പക്ഷേ എന്തോ ഒന്ന് കഴിച്ചതുപോലുള്ള ഒരു തോന്നൽ അവന് തോന്നി. പതിയെ കണ്ണുകൾ അടഞ്ഞു വരികയാണ്. നല്ല രീതിയിലുള്ള ക്ഷീണമുണ്ട്. ഇപ്പോൾ രാത്രി ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തതാണ്. എങ്കിൽ പോലും അവന് വലിയ തളർച്ചയാണ് അനുഭവപ്പെട്ടത്. കണ്ണുകൾ അടയ്ക്കാതിരിക്കാനായിട്ട് അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം അവൻ്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങിയത്. അത് കുറേയധികം തുള്ളികളായിട്ട് മാറി. ഇടിവെട്ടാൻ തുടങ്ങി. ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ആ ജലം അവനവൻ്റെ കുപ്പിയിൽ ശേഖരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അധികം ജലം വായിലൂടെ അകത്താക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വലിയ അളവിലുള്ള ജലം ആ ഒരു മലയിടുക്കിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വലിയൊരു പേമാരിയായിട്ട്, ഒരു വലിയ പ്രളയമായിട്ട് നിമിഷങ്ങൾ കൊണ്ട് മാറുകയാണ്. ജലം അവനെ മുകളിലേക്ക് ഉയർത്തിയെടുക്കുകയാണ്. ഉയർത്തിയെടുത്ത് അവനെ അവൻ്റെ വാഹനത്തിൻ്റെ അരികിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. വാഹനത്തിൽ കയറി ശക്തമായിട്ടുള്ള വേഗതയിൽ ട്രാഫിക്കിനിടയിലൂടെ യാത്ര ചെയ്ത് അവനവൻ്റെ പഴയ കാമുകിയുടെ വീടിൻ്റെ മുൻപിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഗ്ലാസ്സിലൂടെ കാമുകിയെ അവന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാമുകി ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവനൊന്നും തന്നെ പറയാൻ സാധ്യമാകുന്നില്ല. ഒക്കെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് പിന്നീട് മാത്രമാണ് അവൻ റിയലൈസ് ചെയ്യുന്നത്. അടുത്ത ദിവസമായി, ചൊവ്വാഴ്ച ദിവസം.
ആ ദിവസവും അവന് ജീവനോടെ നിലനിൽക്കാൻ സാധ്യമായതിൽ ചെറിയൊരു സന്തോഷം അവനിലുണ്ട്. 1-2 ദിവസം കൂടി ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ റെസ്ക്യൂ ടീമിന് അവനെ കണ്ടെത്താൻ സാധ്യമാകുന്നതാണ്. ഈ ദിവസം മാത്രമായിരിക്കും തൻ്റെ സഹപ്രവർത്തകൻ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. അധികം വൈകാതെ തന്നെ അവർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അല്പം മാത്രമാണ് ജലം ബാക്കിയുള്ളത്. ആ ജലം പൂർണ്ണമായിട്ടും അവൻ കുടിച്ചു തീർത്തു. ഇനി സമയം കളഞ്ഞതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം. ആ കൈ അറുത്ത് മാറ്റുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. ഇത്രയും നേരം അവൻ മുറിച്ചു മാറ്റാനാണ് ശ്രമിച്ചതെങ്കിൽ ഇനി അത് കത്തി ഉപയോഗിച്ച് ആഞ്ഞ് കുത്തിക്കൊണ്ടാകാമെന്ന് തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന ടൂൾ കിറ്റിലെ കത്തി നിവർത്തി ആ കത്തി കൊണ്ട് ആഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് കുത്തി ഇറക്കുകയാണ്. ശക്തമായിട്ടുള്ള വേദന തന്നെ അവന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും രക്തം വെളിയിലേക്ക് ഇറ്റിറങ്ങുന്നുമുണ്ട്. ആ രക്തം അവന് ശരിക്കും പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുടിക്കാൻ ഒന്നും തന്നെ ഇല്ലല്ലോ. ആ രക്തം അല്പം എടുത്ത് നുകരുന്നുണ്ട്. നല്ല വേദനയുണ്ട്. അവൻ ആ കത്തി അല്പം ഒന്ന് ഉള്ളിലേക്ക് താഴ്ത്തുന്നുണ്ട്. ചെറിയ രീതിയിൽ അവൻ്റെ അസ്ഥിയിൽ അത് മുട്ടിയിട്ടുണ്ടായിരിക്കും. അതിഭീകരമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് കത്തി അവൻ ബലമായിട്ട് വലിച്ച് വെളിയിലേക്ക് എടുക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി കുത്താനുള്ള ശേഷി അവനില്ല. ആ ദിവസം അവന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമാകുന്നില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് അവന് അനുഭവപ്പെടേണ്ടി വരുന്നത്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം ബുധനാഴ്ച ദിവസം അവൻ എഴുന്നേറ്റു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അവൻ തീരുമാനിക്കുകയാണ്, ഇതെൻ്റെ അവസാനത്തെ ദിവസമാണ്. ഈ ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ മരണമായിരിക്കും അടുത്ത ദിവസം എന്നെ കാത്തിരിക്കുക. അവൻ്റെ കയ്യിൽ അല്പം മൂത്രമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ മൂത്രമൊഴിച്ചപ്പോൾ അത് ശേഖരിച്ചു വെച്ചിരുന്നു. ഇനി ഒരു നിവൃത്തിയുമില്ല, ആ മൂത്രം തന്നെ കുടിക്കുക. സഹികെട്ട് ആ മൂത്രം പൂർണ്ണമായിട്ടും അവൻ കുടിച്ചു തീർക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും അവൻ ആ ടൂൾ കിറ്റ് എടുക്കുകയാണ്. ആ ടൂൾ കിറ്റ് എടുത്തതിന് ശേഷം പിന്നീട് നടത്തിയിട്ടുള്ള പ്രക്രിയകളെക്കുറിച്ച് പറയാൻ ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കും. ആ ശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ അവൻ്റെ കൈ അവിടെ നിന്നും വേർപെട്ടു. കൈ പൂർണ്ണമായിട്ടും മുറിഞ്ഞു മാറി. വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് അവന് തോന്നിയത്. അവന് സ്വാതന്ത്ര്യം ലഭ്യമായിരിക്കുന്നു. അവന് അതിന് ബലി കൊടുക്കേണ്ടി വന്നത് അവൻ്റെ വലത് കൈയുടെ ഒരു ഭാഗമായിരുന്നു. അല്പനേരത്തേക്ക് അവനൊന്നും തന്നെ സംസാരിക്കാൻ സാധ്യമായില്ല. പിന്നീടാണ് അവൻ റിയലൈസ് ചെയ്തത്, ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ എനിക്കെൻ്റെ ജീവൻ നിലനിർത്താൻ സാധ്യമാകുമോ? എനിക്ക് സുരക്ഷിതമായിട്ടൊരു ആശുപത്രിയിൽ ആദ്യം എത്തിച്ചേർന്ന് ഫസ്റ്റ് എയ്ഡ് സ്വീകരിക്കാനും ഭക്ഷണം കഴിക്കാനും സാധ്യമാകുമോ? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ വേണ്ടപ്പെട്ട വസ്തുക്കളെല്ലാം ബാഗിലാക്കി. അതിനു മുൻപ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ച് വേർപെട്ടു പോയ കൈയുടെയും ആ കൈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പാറയുടെയും ഒരു ചിത്രം എടുക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ശക്തമായിട്ടുള്ള വേദനയോടുകൂടി തളർച്ചയോടുകൂടി അവൻ അവിടെ നിന്നും നടന്ന് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇടുങ്ങിയ പാതയാണ്. അവന് 2 കൈയും ഉണ്ടായിരുന്നപ്പോൾ, പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ പോലും അതുവഴി കടന്നു പോകാൻ വളരെയധികം പ്രയാസമായിരുന്നു. എങ്കിൽ പോലും പണിപ്പെട്ട് അവൻ ആ ഒരു കിടങ്ങിൽ നിന്നും വെളിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുൻപിൽ ശക്തമായിട്ടുള്ള പ്രകാശം അവന് കാണാൻ സാധ്യമായി. അതെ, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കവാടം ആ കാണുന്നതാണ്. അത് പുറം ലോകമാണ്. ഞാൻ രക്ഷപ്പെടാൻ പോകുന്നു. അവൻ ആ പ്രകാശത്തിൻ്റെ നേരെ നടന്നു. ശക്തമായിട്ടുള്ള പ്രകാശമാണ്. ഇത്രയധികം ദിവസം ഇരുട്ടിൽ കടന്നതുകൊണ്ട് തന്നെ ആ പ്രകാശം പൂർണ്ണമായിട്ടും ദഹിക്കാൻ അവൻ്റെ കണ്ണിന് സാധ്യമായില്ല. പതിയെ പതിയെ മാത്രമാണ് അവൻ്റെ കണ്ണിലെ പ്യൂപ്പിൾ ആ പ്രകാശവുമായിട്ട് അഡാപ്റ്റ് ചെയ്തു വന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ആഘോഷം തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സന്തോഷത്തോടു കൂടി തന്നെ അവൻ തുള്ളിച്ചാടുകയാണ്. പക്ഷേ അവിടെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതൊരു ഡെഡ് എൻഡാണ്. അവിടെ നിന്ന് അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മുൻപിൽ അഗാധമായിട്ടുള്ള ഒരു കൊക്കയാണ്. അവിടെ ഒരു ചെളിക്കുണ്ടും അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ ആ ചെളിക്കുണ്ടിൽ മുഖം പൊത്തിക്കിടന്ന് അവിടുത്തെ ചെളിവെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ സാധിക്കും. ആ വെള്ളത്തിൻ്റെ തണുപ്പിനെ ഓർത്ത് അവൻ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? അവൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് മുൻപെപ്പോഴോ ഏതോ ഒരു മൗണ്ടനിയർ വന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഹുക്ക് അവൻ കാണുന്നത്. അതിയായ സന്തോഷമാണ് തോന്നിയത്. അവൻ കുനിഞ്ഞ് ആ ഹുക്കിലൊന്ന് ചുംബിച്ചു. പിന്നീട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറ് ആ ഹുക്കിൽ ബലമായിട്ട് കെട്ടി. പിന്നീട് കൊക്കയിലേക്ക് അല്ലെങ്കിൽ താഴ്ചയിലേക്ക് ആ കയറ് ഇടുകയാണ് ഉണ്ടായത്.
പതിയെ ആ കയറിൽ ഊർന്ന് അവൻ നിലത്തേക്ക് ചാടുകയാണ്. പതിഞ്ഞ വേഗതയിൽ പതിയെ അവൻ്റെ കാലുകൾ നിലം തൊട്ടു. ഇതൊന്നും അവന് ചിന്തിക്കേണ്ടി വന്നില്ല. മുമ്പിലുണ്ടായിരുന്ന ചെളിക്കുണ്ടിലേക്ക് എടുത്ത് ചാടുകയാണ് ഉണ്ടായത്. ഒരു ചെളിവെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുളമായിരുന്നു അത്. ആ കുളത്തിൽ നിന്നും ധാരാളമായിട്ട് ചെളിവെള്ളം അവൻ ആർത്തിയോടുകൂടി തന്നെ കുടിച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ ആ ജലം ശേഖരിക്കാനും മുതിരുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും അവൻ പതിയെ നടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. ഏതാണ് ലക്ഷ്യസ്ഥാനമെന്ന് അവന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. എന്തായാലും നടക്കുക തന്നെ. അവൻ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. കുറേയധികം മണിക്കൂറുകൾ അങ്ങനെ കടന്നു പോവുകയാണ്. ശക്തമായിട്ടുള്ള ചൂടുണ്ട്. ദിവസങ്ങളായി അവൻ ഭക്ഷണം കഴിച്ചിട്ട് അല്പം ചെളിവെള്ളം മാത്രമാണ് അവൻ്റെ വയറ്റിലുള്ളത്. അവൻ കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ ചെളിവെള്ളം കുടിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജലം കുടിച്ച് അല്പം വേഗതയിൽ അവൻ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. കുറേയധികം സഞ്ചരിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ജലവും അതേപടി തീർന്നു പോവുകയാണ്. അവൻ അതെല്ലാം അകത്താക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ജലം ഇല്ലാതെയായി. ഒട്ടും തന്നെ ആരോഗ്യമില്ല. മുന്നോട്ടൊട്ടും തന്നെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിൽ പോലും ഉള്ള ശക്തിയൊക്കെ ഉപയോഗിച്ച് മരുഭൂമിയിലെ ആ മണലിലൂടെ അവൻ പതിയെ നടന്ന് മുന്നിലേക്ക് പോയി. ഒരു വലിയ തീജ്വാലയുടെ ഉള്ളിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് അവൻ അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് മുന്നിൽ 2-3 നിഴലുകൾ. താൻ സ്വപ്നം കാണുകയാണോ അതോ യാഥാർത്ഥ്യമാണോ? എത്ര ദിവസമായി ഒരു മനുഷ്യനെ കണ്ടിട്ട്, പക്ഷേ മുൻപിൽ കാണുന്നത് മനുഷ്യനാണോ എന്ന് അവന് വ്യക്തമാകുന്നില്ല. നിഴലുകൾ മാത്രമാണ് അവന് തോന്നുന്നത്. 2-3 പേർ നടന്നു പോകുന്നത് പോലുള്ള ഒരു തോന്നൽ. അവരോട് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ഉറക്കെ പറയണമെന്നുണ്ട്. അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വായിൽ നിന്നും ഒരു ശബ്ദവും ഉയരുന്നില്ല. 2-3 തവണ ശ്രമിച്ചിട്ടും ശബ്ദം ഉയരുന്നില്ല. പക്ഷേ 4ാമത്തെ ശ്രമത്തിൽ എൻ്റെ വായിൽ നിന്നും 1-2 വാക്യങ്ങൾ വെളിയിലേക്ക് വന്നു. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് രക്ഷിക്കുക. ഞാൻ വളരെയധികം തളർന്നിരിക്കുന്നു. എന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിനെ നിങ്ങൾ ഒന്ന് ഫോൺ വിളിച്ച് അറിയിക്കുക. അവിടെ ഉണ്ടായിരുന്ന 3 പേരായിരുന്നു. ആ 3 പേരും ഇവനെ കാണുന്നുണ്ട്. അവർ ഓടി ഇവൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ അവന് സംഭവിച്ച ആ വിപത്തിനെക്കുറിച്ച് അവൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഫോൺ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വിളിച്ചു വരുത്തുക, ഒരു റെസ്ക്യൂ ടീമിനെ തന്നെ കൊണ്ടുവരിക. അവരുടെ കയ്യിൽ ജലമുണ്ടായിരുന്നു. ഒരു കുപ്പി ജലവുമായിട്ട് ആ സ്ത്രീ അവൻ്റെ അരികിലേക്ക് പോയി അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവൻ ആർത്തിയോടുകൂടി തന്നെ ആ ജലം കുടിച്ചു. അവരുടെ കയ്യിൽ ഫോണുകളുണ്ട്. പക്ഷേ ഫോണിന് ഇപ്പോൾ റേഞ്ച് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്നും ഓടി റേഞ്ചുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു. അവിടെ നിന്നാണ് അവർ റെസ്ക്യൂ ടീമിന് ഫോൺ ചെയ്യുന്നത്. എന്നാലും അവന് കുറേയധികം മണിക്കൂറുകൾ അവിടെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. കാരണം റെസ്ക്യൂ ടീമിന് അവിടെ എത്തിച്ചേരണമെങ്കിൽ അല്പസമയം എടുക്കുന്നതാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഏതാനും വിനോദസഞ്ചാരികൾ ഇവൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയും ഇവന് ആവശ്യമുള്ള ജലം കൊടുക്കുകയും അവരുടെ കയ്യിൽ അവർ കരുതിയിരുന്ന അല്പം ഭക്ഷണം അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ ടീമിൻ്റെ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് പറന്ന് എത്തുകയാണ്. അധികം വൈകാതെ തന്നെ അവനെ ആ ഹെലികോപ്റ്ററിലേറ്റി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവന് ആവശ്യമുള്ള ചികിത്സ കൊടുക്കാൻ സാധ്യമാകുന്നുണ്ട്. ആരൻ ഇപ്പോഴും സുഖകരമായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം അവൻ ജെസിക്കയെ വിവാഹം ചെയ്യുന്നുണ്ട്. 2010 സുന്ദരനായിട്ടുള്ള ലിയോ എന്ന പേരുള്ള ഒരു ആൺകുട്ടി അവർക്കുണ്ടാകുന്നുണ്ട്. അവൻ ഇപ്പോഴും മല കയറാൻ പോകുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ മഞ്ഞുമലകളായിരിക്കും അവൻ കയറാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഇത്തരത്തിൽ ഉട്ട മരുഭൂമിയിൽ കാണുന്ന പോലുള്ള മലയിടുക്കുകളിലൂടെ ആയിരിക്കും അവൻ സഞ്ചരിക്കുക. പക്ഷേ ഓരോ തവണയും യാത്ര ചെയ്യുമ്പോൾ അവൻ ഒരു കാര്യം ഉറപ്പുവരുത്താറുണ്ട്. ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നും എത്ര ദിവസം കഴിഞ്ഞാണ് ഞാൻ മടങ്ങി വരുന്നതെന്നും ഒരു നോട്ടായിട്ട് എഴുതി സൂക്ഷിക്കാറുണ്ട്. അവനൊരു കൈ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ 2 കൈകളുമുള്ള ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയെ പോലെ തന്നെയാണ് അവൻ ജീവിക്കുന്നത്. എല്ലാവരെയും പോലെ ഈ മനോഹരമായിട്ടുള്ള ജീവിതം അവൻ ജീവിച്ച് തീർക്കുന്നുമുണ്ട്. ആരൻ്റെയും നജീബിൻ്റെയും ഒക്കെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ്. നമ്മളെല്ലാവരും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതാണ്. ഒരു കച്ചിത്തിരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനൊരു രക്ഷകൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ല. പക്ഷേ നിങ്ങൾ അപ്പോഴെല്ലാം ചിന്തിക്കേണ്ടത് എല്ലാ ഇരുട്ടിനും ശേഷം ഒരു പ്രകാശമുണ്ടായിരിക്കുമെന്നാണ്. ആ പ്രകാശം കുറേയധികം നേരം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുക. ആ പ്രകാശം എത്തിച്ചേരുന്നിടം വരെ ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചുമതല. അങ്ങനെ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു നാളെ നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും. അത് അതിമനോഹരമായിരിക്കും, സുന്ദരമായിരിക്കും, സ്വർഗതുല്യമായിട്ടുള്ള ഒരു നാളെ ആയിരിക്കും.
അതിനുവേണ്ടി ശ്രമിക്കുക, കഷ്ടപ്പെടുക, ഇവിടെ നിലനിന്ന് പോവുക.